മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗീതമെനിക്കു തരൂ. വസന്തഗീതമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗീതമെനിക്കു തരൂ. വസന്തഗീതമെനിക്കു തരൂ. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മഴമുത്തശ്ശി നനയും മഴവിൽ നിറമാണെന്റെ നിറം. തുമ്പി തുളച്ചൊരു കാട്ടുമുളം കണ്ടെന്റെ സ്വരം പാടുന്നു. എന്റെ സ്വരം പാടുന്നു. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗീതമെനിക്കു തരൂ. വസന്തഗീതമെനിക്കു തരൂ. ജൈവവീര്യത്തിൽ ഒരു സാരംഗശ്രുതി. കിട്ടും പണമെങ്കിലിപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല. രാസവളങ്ങളും രാസകീടനാശിനികളും നല്ല ഉദ്ദേശത്തോടെ ഉപയോഗിക്കപ്പെടാവുന്നതാണെങ്കിലും അമിത ലാഭം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള മാനവകരങ്ങളിൽ അവ മാനവരാശിക്ക് തന്നെ ശാപമായി മാറുന്നു. കമ്പോളങ്ങളിൽ ലോറിക്കണക്കിന് വന്നെത്തുന്ന ഓരോ പച്ചക്കറിയും ആരോഗ്യവകുപ്പ് പരിശോധിച്ച് ദോഷകരമല്ലെന്ന് ഉറപ്പുവരുത്തി നമുക്ക് വാങ്ങാമെന്ന് കരുതിയാൽ അത് മഹാമണ്ഡത്തരമാവും. രാസവിഷം നിറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾക്കെതിരെ ജനങ്ങൾ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് ഒട്ടേറെ കാലമായി. ജനങ്ങളെ പത്ര ദൃശ്യ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബഹളങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ഒരു സാധാരണ കുടുംബം ജൈവഭക്ഷണം മാത്രം വ്രതമാക്കി ഏവർക്കും മാതൃകയാകുന്ന കാഴ്ച വിരുന്നാണ് ഇന്നത്തെ നൂറുമേനിയിൽ. മായമില്ലാത്ത തേൻ നുകരാൻ ചെറുകുരുവികൾ പോലും അഭയം തേടുന്നു കായംകുളത്തെ കീരിക്കാട്ട് പത്തിയൂരിൽ വിദ്യാസാരംഗിന്റെ ഈ സാരംഗ് ഹൗസിൽ. രാവിലെ ഉണരുന്ന ഭാര്യ മീനേ മീൻ എന്ന് വിളിച്ചുകൂവിയെത്തുന്ന മീൻ കച്ചവടക്കാരനെ കാത്തു നിൽക്കുന്നത് സാരംഗിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. 36 സെന്റ് വിസ്താരമുള്ള പറമ്പിൽ ഒതുങ്ങുന്ന വീട്ടുമുറ്റത്തെ ചെറിയൊരു കുളത്തെ സാരംഗ് ഒരു മഴവെള്ള സംഭരണിയാക്കി വിപുലീകരിച്ചിരിക്കുന്നു. തനിക്ക് പ്രിയങ്കരമായ ശുദ്ധജല വളർത്തു മത്സ്യങ്ങൾക്ക് ഈ കുളം താവളമായി. ഗിഫ്റ്റ് തിലോപ്പിയ, റോഹു, കട്ല, ഗ്രാസ് കാർപ്പ്, ആവോലി മച്ചാൻ അഥവാ നട്ടർ എന്നിവയാണ് പ്രധാന മത്സ്യയിനങ്ങൾ. മണിക്കൂറുകളോളം ചൂണ്ടലിട്ട് കാത്തിരിക്കുകയൊന്നും വേണ്ട. മീനുകൾ ചൂണ്ടലിനെ കാത്തിരിക്കുകയായിരുന്നോ എന്ന് ആരും സംശയിച്ചു പോകും സാരംഗ് മീൻ പിടിക്കുന്നത് കണ്ടാൽ.
മഴവെള്ളം തുള്ളിയും പാഴായി പോകാതെ കുളത്തിലെത്തിക്കാൻ സാരംഗ് അവലംബിച്ചിരിക്കുന്ന രീതിയും കൗതുകകരം തന്നെ. അതിനുള്ള സംവിധാനമൊന്നും സാരംഗ് ഹൗസിന്റെയും അതിനു ചുറ്റുമുള്ള ഉദ്യാനത്തിന്റെയും കമനീയതയ്ക്ക് കോട്ടമാകരുതല്ലോ. എട്ടു വർഷത്തെ പ്രവാസം കഴിഞ്ഞ് നാട്ടിൽ ഒരു സ്വച്ഛ ജീവിതം. വരുമാനത്തിന് മാവേലിക്കരയിൽ സാരംഗ് സ്പോർട്സ് ആൻഡ് ഗുഡ്സ് ഷോപ്പുമുണ്ട് അദ്ദേഹത്തിന്. അലച്ചിലില്ലാതെ ഇത്തിരി നല്ല ഭക്ഷണവും വേണം. ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഈ പുരയിടത്തിൽ തന്നെയുണ്ട്. ചെഞ്ചീര, പച്ചച്ചീര, വെണ്ട, വഴുതന, പച്ചമുളക്, തക്കാളി, മല്ലിയില, പുതിന, പയർ, പാവൽ, ചേമ്പ്, കോവൽ, കറിവേപ്പില, ചേന, കൂർക്ക, ചെറിയ ഉള്ളി, ചോളം. മരച്ചീനി, വെള്ളരി, നാരകം, എല്ലാം സാരംഗ് കുടുംബത്തിന്റെ ഉദ്യാന മോഹിനികൾ തന്നെ. മത്സ്യവും പച്ചക്കറിയും മാത്രം പോരല്ലോ, ആവശ്യത്തിന് പഴവർഗ്ഗങ്ങളും വേണ്ടേ? വാഴപ്പഴത്തിന് വാഴകൾ, പിന്നെ എളന്തപ്പഴം, പേര, റെഡ് ലേഡി പപ്പായ, സ്വീറ്റ് അമ്പഴങ്ങ, സപ്പോട്ട, 2 ഇനം ജാമ്പ. പുളിക്കോ ഇതാ പിണർപ്പുളി കണ്ടില്ലേ? മൂവാണ്ടൻ മാവുമുണ്ട്.
അരയ്ക്കാനുള്ള തേങ്ങയുമായി പറമ്പിൽ അവിടെവിടെയായി തല ഉയർത്തി നിൽക്കുന്നു തെങ്ങുകൾ. മുറ്റം നിറയെ മുന്തിരിവള്ളി പടർത്തി എന്ന പഴയ ഒരു സിനിമാ ഗാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുത്തുക്കുലകൾ അണിഞ്ഞ മുന്തിരിവള്ളികൾ. പണ്ട് മുതലേ എനിക്ക് കൃഷി ചെയ്യാൻ വളരെ വലിയ താല്പര്യമായിരുന്നു. ചെറിയ രീതിയിലൊക്കെ ഓരോന്നോരോന്നോ ചെയ്തു. പിന്നെ കൂടുതൽ വെറൈറ്റി കൃഷി ചെയ്യാനാണ് താല്പര്യം. നോർമലി ഇവിടെ ആരും ചെയ്യാത്ത ഐറ്റം, അതായത് ഉള്ളി, കൂർക്ക, വെളുത്തുള്ളി, അമരപ്പയർ, ചോളം തുടങ്ങിയ ഇവിടെ സാധാരണഗതിയിൽ ആരും ചെയ്യാറില്ല. അങ്ങനെയുള്ള കുറേ വെറൈറ്റിയൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും ഞാൻ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു രീതിയിലും വെളിയിൽ നിന്ന് നമ്മൾ ഫുഡിന് വെജിറ്റബിൾസ് ആയാലും ഫിഷ് ആയാലും അധികം വാങ്ങാറില്ല. അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമൊക്കെ ഉള്ളൂ ഇത്. പിന്നെ വൈഫ് വളരെ നല്ല രീതിയിൽ എനിക്ക് സഹായമായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ കിറ്റുകളും തൂക്കി പർച്ചേസിംഗ് നടത്താൻ പച്ചക്കറി മത്സ്യ മാർക്കറ്റുകളിൽ തിരക്കു പിടിച്ചലയുന്ന ഏതൊരു കുടുംബവും സാരംഗ് കുടുംബത്തിന്റെ ആയാസരഹിതമായ ജീവിത സൗഭാഗ്യത്തിൽ അസൂയപ്പെടും. ഒരു മഴവെള്ള സംഭരണി എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് കാരണം നമുക്ക് വെള്ളത്തിൻ്റെ ഒക്കെ വലിയ പ്രശ്നമാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവൻ വെള്ളവും സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഈ പറമ്പിൽ തന്നെ ഒരു കുളം ഉണ്ടായിരുന്നു. അത് ഞാൻ വീട് വെച്ചെന്നാൽ കുറച്ചുകൂടെ ഒക്കെ വൃത്തിയാക്കിയിട്ട് മഴവെള്ള സംഭരണി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതായത് വീടിൻ്റെ പുറത്ത് വീഴുന്ന മുഴുവൻ വെള്ളവും അതിൽ സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലാണ് ഞാനിവിടെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വീട്ടിലെ വേണ്ട മുഴുവൻ മീനും നമുക്കതിൽ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്, വളർത്താൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. മത്സ്യമാറ്റിട്ട കാരണം ഈ കളയുടെ ശല്യം തീരെ ഇല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് സമയം വളരെ ലാഭിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ജലസേചനത്തിനാണെങ്കിൽ ട്രിപ്പ് ഇറിഗേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയലാഭം ഉണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ജലസേചനവും വളപ്രയോഗവും പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. പൊതുവെ ഞാൻ ജൈവ വളങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടെ ഇട്ട് പുളിപ്പിച്ചിട്ട് ആ വെള്ളമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ബേസിക്കായിട്ട് അടിവളമായിട്ട് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇത് ചേർക്കാറുണ്ട്. അല്ലാതെ രാസവളങ്ങളൊന്നും സാധാരണയായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല.
പിന്നെ ഇവിടുത്തെ ഈ വാഴയുടെ ഇതിൻ്റെയൊക്കെ വേസ്റ്റ് കണ്ടമാനം വരുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഒരു 2 ടാങ്ക് മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന വേസ്റ്റ് എല്ലാം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. വാഴ, പച്ചക്കറി തുടങ്ങിയവയുടെ വേസ്റ്റുകൾ മണ്ണിര കമ്പോസ്റ്റിനായി ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് സ്വന്തം പറമ്പ് മാലിന്യമുക്തമായിരിക്കുന്നു എന്ന് മാത്രമല്ല, നല്ലൊരു ജൈവവളവും ലഭിക്കുന്നുണ്ട് ഇവിടെ. അടിഭാഗം ഒരു കുഴൽ മുഖേന പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള 2 ടാങ്കുകളിലാണ് കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത്. ഒരു ടാങ്കിലെ മാലിന്യം കമ്പോസ്റ്റായി ഈറൻ മാറി തുടങ്ങുന്നതിനനുസരിച്ച് മണ്ണിരകൾ പുതിയ മാലിന്യങ്ങൾ നിറയുന്ന അടുത്ത ടാങ്കിലേക്ക് ചേക്കേറുകയും കമ്പോസ്റ്റ് നിർമ്മാണം സുഗമമാവുകയും ചെയ്യും. ഈ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുന്നതുകൊണ്ട് നമുക്ക് 2ആണ് നേട്ടം. നമ്മുടെ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പിന്നെ നമുക്ക് പണം കൊടുത്ത് അധികം വളം വാങ്ങണ്ട, അത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. ചിട്ട ആഹാരത്തോടൊപ്പം ഒരു മുട്ട എന്നാണല്ലോ. മുട്ടയ്ക്കും വല്ലപ്പോഴും ഇത്തിരി ഇറച്ചിക്കുമായി നാടൻ കോഴികളെ തന്നെ ഇവിടെ വളർത്തുന്നു. കരിംകോഴികളോടാണ് ഏറെ പ്രിയം. നമ്മുടെ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. നമ്മൾ എത്ര വലിയ ടെൻഷൻ ഉണ്ടായാലും മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഈ കൃഷിയിടത്തിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അധികമൊന്നും വേണ്ട, ഒരു ദിവസത്തേക്ക് കൂടി വന്നാൽ എത്ര വേണ്ടി വരും? അത് നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാം. എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. എനിക്കാണെങ്കിൽ തീരെ സമയമില്ലാത്തതാണ്. എങ്കിൽ പോലും വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ അത്യാവശ്യം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണം, മാലിന്യശൂന്യമായ പരിസരം, ശുദ്ധവായു, ഇതിൽ പരം ഒരു കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് എന്തു വേണം എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ സാരംഗ് കുടുംബത്തിന് അതും പോരെന്നായാലോ? കണ്ണിനും കാതിനും മനസ്സിനും സന്തോഷമേറ്റാൻ കുറെ വളർത്തു പക്ഷികൾ കൂടി ഉണ്ടായാൽ എന്താ കുഴപ്പം? ഒരു നേരമെങ്കിലും ഒന്നിച്ചിരിക്കണം, ഓരോ മോഹവും പൂക്കേണം. ഈ ഗാനം മലയാളികൾ എന്നെ മനസ്സിൽ താലോലിക്കുന്നതാണ്. ഇവിടെ വിദ്യാസാരംഗും ഭാര്യ ബീന സാരംഗും മക്കൾ അക്കു സാരംഗും അങ്കു സാരംഗുമൊത്ത് അത് പ്രായോഗികമാക്കിയിരിക്കുന്നു. പച്ച പുൽത്തകിടി വിരിച്ച ഉദ്യാനത്തിൽ മരക്കുറ്റി പോലെ തോന്നിക്കുന്ന സിമന്റ് കസേരകൾ അവർക്കിരിക്കാൻ, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ കാണാൻ. ആരും കൊതിക്കുന്ന ഒരു ജീവിത മാതൃക, ആരെയും മോഹിപ്പിക്കുന്ന ജീവിത സ്വയം പര്യാപ്തത, ആരെയും പഴിക്കാനിടമില്ലാത്ത കുടുംബ ഭദ്രത. ഇവർക്കായി സർവമംഗളങ്ങളും നമുക്ക് ആശംസിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിദ്യാസാരംഗ്, ഫോൺ 9446546545.